സ്തോത്രം സ്തോത്രം ദൈവത്തിന് ഹിതപ്രകാരം സ്തോത്രം കഥാവിൽ സമർപ്പെടുക. സ്തോത്രം 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 ദൈവാദ്യ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 കഥാതി കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 അത്ഭുത പിതാവേ അങ്ങേക്ക് സ്തോത്രം 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 അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നടത്തി തരുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഓരോ നിമിഷവും അത്ഭുത വഴികളിലൂടെ ഞങ്ങളെ നടത്തുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 അത്ഭുതങ്ങളുടെ കലവറ ഞങ്ങളുടെ തുറന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങൾക്ക് തുണയായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളിപ്പോൾ സാധിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 അങ്ങയുടെ വഴികളെ പ്രമാണിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ ദീപത്തെ കത്തിച്ച ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കിയ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ശക്തി കൊണ്ട് ഞങ്ങളുടെ അരമുറിക്കിയ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ കുറവുകൾ തീർത്ത ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ കാലുകളെ മാൻപടകൾക്ക് തുല്യമാക്കിയ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 രക്ഷയെന്ന പരിചയം ഞങ്ങൾക്ക് തന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കാത്ത ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ ചിന്തകളെ അറിയുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ വിളിപ്പുകളെ ആരാധിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങൾക്ക് കാവലായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 സ്തുതികൾക്ക് യോഗ്യനായ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 സർവ്വസ്തുതികൾക്കും യോഗ്യനായ കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 മഹത്വത്തിന്റെ രാജാവേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളോട് മനസ്സലിയുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളോട് കരുണ തോന്നുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ ആശ്വാസപ്രദനെ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ സകല യുദ്ധങ്ങളെയും നടത്തുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ യുദ്ധവീരനായ യഹോവേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ സ്ഥിതിക്ക് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ സൃഷ്ടിതാവേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ ഉടയവനേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ അപ്പാ പിതാവേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ നിത്യപിതാവായ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ സമാധാനതര പ്രഭുവേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ വീരണ ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങൾക്ക് അത്ഭുതമന്ത്രിയായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 നീതിയെ പ്രഭാതം പോലെ പ്രകാശിപ്പിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ന്യായത്തെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കാൻ സഹായിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുള്ള മുഖത്തോടെ തൻ്റെ ധാനത്തിനൊത്തം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം 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 ഞങ്ങൾക്ക് വാസസ്ഥലമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം സ്തോത്രം
സ്വോത്രം സ്വോത്രം. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അത്യുന്നതമായ പാറയിലേക്ക് ഞങ്ങളെ നടത്തുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ചെറിയൻ മറവിൽ ശരണം തരുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. തൻ്റെ മുഖത്തെ ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം ഞങ്ങളുടെ കൂടാരങ്ങളെ നിറച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ പരിപാലകനെ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. പ്രകാശവും സത്യവും അയച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. വിശുദ്ധ മന്ദിരത്തിലേക്കും തിരുത്തുവാസത്തിലേക്കും ഞങ്ങളെ എത്തിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അനുഗ്രഹത്തിൻ്റെ കലവറയെ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അനുഗ്രഹത്തിൻ്റെ കലവറയെ ഞങ്ങൾക്ക് തുറന്നു തരുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഞങ്ങളെ ഓമനപ്പർ ചൊല്ലി വിളിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ബുദ്ധിയുള്ള ആലോചനക്കാരനായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഭിന്നതയിൽ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൈക്കൊള്ളുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ നിയമത്തെ സ്ഥിരമാക്കിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അങ്ങയുടെ നിവാസം ഞങ്ങളുടെ ഇടയിലാക്കിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങൾക്ക് ദൈവമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളെ അങ്ങേക്ക് ജനമാക്കിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ വെളിപ്പെടുത്തി തരുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ആത്മീകമായി ഞങ്ങളെ സമ്പന്നരാക്കി ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഭൗതികമായി ഞങ്ങളെ സമ്പന്നരാക്കി ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. വിലാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. രണ്ടഴിച്ച് ഞങ്ങളെ സന്തോഷോദിപ്പിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞങ്ങൾ കാണിച്ചു തരുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ദുർഘടങ്ങളെ നിരപ്പാക്കി തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. താമ്രവാദികളെ തകർത്തിരുമ്പോടാമ്പിൽ അന്നിച്ചു കളഞ്ഞ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുപടങ്ങളെ ഗുപ്തനിധികളെ ഞങ്ങൾക്ക് വെളിയിൽ തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ആകാശത്തിലൂടെ അനുഗ്രഹങ്ങൾ പൊഴിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. മേഘങ്ങളിലൂടെ നീതിയെ വർഷിപ്പിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഭൂമിയിൽ നിന്നും രക്ഷ വിളയിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഭൂമിയിൽ നിന്നും നീതിയെ മുളപ്പിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. നിത്യരക്ഷയ്ക്കായി ഞങ്ങളെ രക്ഷിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളെ ഗിരികളിൽ നിൽക്കുമാറാക്കിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. വലം കൈ കൊണ്ട് ഞങ്ങളെ താങ്ങിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അങ്ങയുടെ സൗമ്യതകളെ വലിയവരാക്കിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. യുദ്ധത്തിനായി ഞങ്ങളുടെ അരികെ ശക്തി കിട്ടിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളോട് എതിർത്തവരെ ഞങ്ങൾക്ക് കീഴടക്കി തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾക്ക് പുറം കാട്ടി തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. വെളിച്ചവും രക്ഷയുമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ സംവേദമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ആനന്ദ നദി ഞങ്ങളെ കുടിപ്പിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ജീവൻ്റെ ഉറവുള്ള ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ആത്മമണവാളനെ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ബലമായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ശൈലമായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ കോട്ടയായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ശരണമായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ പാറയായ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ പരിചയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ രക്ഷയുടെ കൊമ്പയെ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ ഗോപുരമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. സുദ്ധനായ യഹോവയെ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. അസ്ത്രവേദി ഞങ്ങളുടെ ശത്രുക്കളെ ചിതറിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. മിന്നലയച്ച് ഞങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിച്ച ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകൾ തീർക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ സമ്പന്നരാകുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ സമൃദ്ധിയായിരുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കിയ ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. തൻ്റെ സമൃദ്ധി ഞങ്ങൾ നിറയ്ക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. മനോഹര ദേശത്തെ ഞങ്ങൾ കടവുന്നിട്ട് തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. നല്ലൊരു അവകാശം തന്ന ദൈവമേ അങ്ങേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. നാവുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ സ്തുതിയെ വർണ്ണിക്കാൻ കൃപ ദൈവമേ
ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. സകല ഭയങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ദോഷം ചെയ്യാത്ത നാവിനെയും വ്യാജം പറയുന്ന ധരത്തെയും കാക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ജാതികളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദേഹിയെ പ്രത്യാശിക്കുന്നവരുടെ മേലും ദൃഷ്ടി വെച്ച് അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. കാലുകളുടെ വിശ്വാസത്തെ നടത്തിയ ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞങ്ങളോട് എതിർക്കുന്നവർക്ക് മീതെ ഞങ്ങളെ ഉയർത്തിയ ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞങ്ങൾക്ക് അവകാശവും മോഹരിയുമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞങ്ങളുടെ ചർച്ചയുടെ അവകാശവും മോഹരിയുമായിരിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. സത്യത്തോടെ നീതിയോടും കൂടെ ദൈവത്തെ കീർത്തിക്കാൻ കൃപ തന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. കൽപ്പനകളെ കേട്ടനുസരിക്കാൻ കൃപ തന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പൊന്നാഹൃദയത്തോടും പൊന്നമനസ്സോടും പൊന്നശക്തിയോടും പൊന്നാത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ കൃപ തരുന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഞങ്ങളെ ഉള്ളങ്കയിൽ വരച്ച ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. സമാധാനത്തെ നായന്മാരും നീതി ഞങ്ങൾക്ക് അധികമാക്കി തന്ന ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ദൈവമേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. യേശുവേ അങ്ങേക്ക് സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വതന്ത്രം 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 സ്വതന്ത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് വെടിഞ്ഞാനുസരി ആഘോഷിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് വെടിഞ്ഞാനുസരി ആഘോഷിക്കുന്നവർ പുതിയ അനുഗ്രഹങ്ങളാലും പുതിയ കർമ്മങ്ങളാലും അറിയാത്തവരെ സ്തോത്രം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കായി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ പുതിയ അനുഗ്രഹങ്ങളിലും പുതിയ കർമ്മങ്ങളാലും അറിയാത്തവരായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. കുടുംബത്തിലുള്ള എല്ലാവർക്കും വേഗപരതായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് ഹിതപ്രകാരം വചനം പ്രതീക്ഷിച്ച കർത്താവിൽ ശരണപ്പെടുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. റോമലേഖനം 8:29-30 വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം നമ്മെ ഇന്നലെ വിളിച്ചതല്ല, കഴിഞ്ഞ ആഴ്ച വിളിച്ചതല്ല, നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് വിളിച്ചതല്ല, നമ്മളെ രോഗം വന്നപ്പം കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചതല്ല. ദൈവം നമ്മളെ വിളിച്ചത് ലോകസ്ഥാപനത്തിനു മുൻപേ, ഈ ലോകം ഉളവാകുന്നതിനു മുൻപേ ദൈവം നമ്മെ വിളിച്ചതാ. ദൈവം നമ്മെ മുൻ നിയമിച്ചതാ. ദൈവം നമ്മെ വിളിച്ചതാ. ദൈവം നമ്മെ നീതീകരിച്ചതാ. ദൈവം നമ്മെ തേജസ്കരിച്ചതാ. നമ്മൾ പറയും, അയ്യോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ രോഗം വന്നതുകൊണ്ട് ഇനി കർത്താവിനെ അറിയാനിടയായി. അല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ മുൻ നിയമിച്ചതാ. നമ്മളെ നിയമിച്ചു, അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ചു, അത് കഴിഞ്ഞ് നമ്മെ നീതീകരിച്ചു, അത് കഴിഞ്ഞ് നമ്മെ തേജസ്കരിച്ചു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. ഈ ലോകത്തിൽ പല ഭാഗ്യങ്ങളുമുണ്ട്. ലോട്ടറി അടിച്ച ഭാഗ്യമുണ്ട്,
ജോലി നേടിയ വലിയ ഉയർന്ന ജോലി നേടിയ അത് ഭാഗ്യമാണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലെത്തിയ അതൊരു ഭാഗ്യം. മക്കളൊക്കെ നല്ല നിലയിലെത്തിയ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ പല പല ഭാഗ്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. പക്ഷേ എല്ലാ ഭാഗ്യത്തെക്കാളും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത്. ഇവിടുത്തെ ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ഈ ലോക ജീവിതയാത്ര തീരുന്നതോടുകൂടി അത് തീർന്നു. അതിവിടെ കിടക്കും, നമ്മൾ പോകും. പക്ഷെ നമ്മൾ പോകുമ്പം നമ്മോടൊപ്പം ഉള്ളത് നിലനിൽക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുക എന്നുള്ള ഭാഗ്യമായ അവസ്ഥയും. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. ദൈവിക ഛായയിൽ നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സഖ്യത്തെ നമുക്ക് തന്നു. ദൈവത്തിൻ്റെ തേജസ് നമ്മളെ അണിയിച്ചു. ഇതൊക്കെ നാം പാപം ചെയ്തപ്പോൾ ഇതെല്ലാം നമ്മളിൽ നിന്നും വിട്ടുപോയി. യഹോവയുടെ സഖ്യത നമ്മളെ വിട്ടുപോയി, ഛായ വിട്ടുപോയി, അണിരൂപം വിട്ടുപോയി, തേജസ് വിട്ടുപോയി, എല്ലാം വിട്ടുപോയി. ദൈവപുത്രൻ രാജകീയ പദവി വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി. നമുക്കിനിയും ഈ നഷ്ടപ്പെട്ട നന്മകൾ നമുക്ക് തിരികെ പ്രാപിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നതാണ്. നമ്മളെ വചനം വായിച്ച പോലെ നമ്മളെ ലോകസ്ഥാപനത്തിൻ്റെ മുൻ നിയമിച്ചതാ, വിളിച്ചതാ, നീതീകരിച്ച, തേജസ്കരിച്ചത്. ഇതൊക്കെ നാം പ്രാപിക്കണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ നാം യേശുവിനോട് അനുരൂപപ്പെടണം. ഇത് അനേകരെ കർത്താവ് വിളിക്കുന്നുണ്ട്, പക്ഷേ നിലനിൽക്കുന്നില്ല. ഒരു കുറച്ചു കാലം വന്ന് നിന്ന് വീണ്ടും പഴയ രീതിയിലേക്ക് തകർന്നു പോകുക. വചനം പറയും, എവിടുന്ന് വന്ന് അവിടേക്ക് തന്നെ തിരിച്ചു പോകുക. കാരണം നാം നിലനിൽക്കണമെങ്കിൽ, ഇത് നാം പ്രാപിക്കണമെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ നാം യേശുവിനോട് അനുരൂപരാകണം. അനുരൂപരായെങ്കിലേ ഈ നീതീകരണവും തേജസ്കരണവും നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് കൽപ്പിച്ചു തന്ന, പക്ഷെ നമ്മൾ പ്രാപിക്കണമെങ്കിൽ നാം യേശുവിനോട് അനുരൂപപ്പെടണം. റോമലേഖനം 12-2 വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിഞ്ഞ് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുകയും. ഇങ്ങനെ നാം ചെയ്യും. ഈ ലോകത്തിന് അനുരൂപമാകാതെ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇതിപ്പോൾ എനിക്ക് ചെയ്തതിനൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പലരും പറയുന്ന കാര്യമാണ്. അങ്ങനെയല്ല, നാം ദൈവമക്കളാ. എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ചിരിക്കുന്നിടത്ത് നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കേൾക്കുന്ന പോലെ നമുക്കിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഇരിക്കുന്നിടത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രത്യേക സ്റ്റാൻഡാണ്. നമുക്ക് പ്രത്യേക ഒരു പദവി തന്നിരിക്കുക. നമുക്ക് പ്രത്യേക ഒരു ഉയർന്ന നില കർത്താവ് നമുക്ക് തന്നിരിക്കുക. അവിടെ നാം നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ ആരാണോ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ നിമിഷങ്ങളും നമ്മൾ ആരാണെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത്യാവശ്യമാണ്. ദൈവവേദൽ 2 യജമാന്മാരെ ഒരിക്കലും സേവിക്കാൻ പറ്റത്തില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കരുത്. പണം ഉണ്ടാക്കുന്ന വഴിയല്ല ഈ ലോക ജീവിതം. സുവിശേഷ വേല പണം ഉണ്ടാക്കുന്ന വഴിയല്ല. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് അത് പണത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. കാരണം നമുക്ക് ഈ ലോകത്തിൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. നമ്മുടെ ജീവനകാര്യമാണ്. പണം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവനകാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട. പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ ലക്ഷ്യം. നാം അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും തിരിച്ചുവിടണം. അതാ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മെ മുഴുവൻ ശ്രദ്ധയും കർത്താവിലേക്ക് നാം തിരിച്ചുവിടുമ്പോൾ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തം കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെയൊക്കെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വേലയിൽ ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ കർത്താവ് ഉത്തരവാദിത്വമില്ലാത്ത പലപ്പോഴും നിൽക്കുന്നതല്ല, നമുക്കത് വെളിപ്പെടാൻ പറ്റുന്നില്ല, പ്രാപിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. 1 യോഹന്നാൻ 2 അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ,
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടെ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒടിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നാം ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ കണ്ണിൽ കാണുന്നത്, നമുക്ക് വേണ്ടുന്നത്, നമുക്കൊന്നും ഈ ലോകത്തിലുള്ളത് ഒന്നും നാം ആഗ്രഹിക്കുകയോ നാം ആശ്രയിക്കുകയോ ചെയ്യരുത്. അതൊന്നും നമ്മുടെ ഹൃദയത്തിൽ വരരുത്. വചനമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കേണ്ടത്. നമ്മളെ യേശുവോട് അനുരൂപപ്പെടണമെങ്കിൽ ഒരു വലിയ പ്രക്രിയയിൽ കൂടി നാം കടന്നു പോകണം. ഇപ്പം നിസ്സാരം ഒരു കരിമ്പ് പഞ്ചസാരയാകണമെങ്കിൽ, പഞ്ചസാര തരിയാകണമെങ്കിൽ, കരിമ്പെന്ന് പറഞ്ഞ ഒരു ചെടി പഞ്ചസാര തരിയായി നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ അത് പല പ്രോസസ്സിൽ കൂടി കടന്നു പോകണം. എങ്കിലും പഞ്ചസാര തരിയായിട്ട് വരത്തുള്ളൂ. അത് പകുതി പോയി കഴിയുമ്പോഴത്തേനും എനിക്കിത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയെന്നാലും പഞ്ചസാരയാകാൻ പറ്റത്തില്ല. അതേസമയം മുഴുവനായി പഞ്ചസാരയായി അത് വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരകൾ പറയും, ഓ ഞാൻ ഈ കൂട്ടത്തിൽ ഇനിയും ഇത്രയും ഞാൻ കഷ്ടം അനുഭവിച്ചു, ഇനി എനിക്ക് കഷ്ടം അനുഭവിക്കാൻ വയ്യ, ഞാൻ ഇനിയും പോകുന്നില്ലെന്ന് പറഞ്ഞ് ചാക്കിനിടയിൽ കൂടെ കുറച്ച് താഴോട്ട് ചാടിയാലോ, കുറച്ച് പഞ്ചസാര താഴോട്ട് ചാടിയാലോ, അത്രയും ഈ കഷ്ടമൊക്കെ ഈ പഞ്ചസാരയാകാൻ അത്രയും അനുഭവിച്ചത് മുഴുവൻ ബന്ധമായി. അതുപോലെയാണ് നാം ഓരോരുത്തരും. നാം കഷ്ടം അനുഭവിച്ചോ നമ്മൾ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നിത്യത പ്രാപിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ കഷ്ടങ്ങൾ കടത്തിവിട്ട് നമ്മളെ ചെത്തി പിടിപ്പാക്കുകയായിരുന്നു. അതിപ്പോൾ മുക്കാലുമായി കഴിയുമ്പോൾ ഇനി എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓടിയാലോ? നമ്മളെ കർത്താവിന് വേണ്ടി ഓടിയത്, കർത്താവ് നമ്മളെ പണിതത് എല്ലാം പുറത്താവാം. പക്ഷെ കർത്താവ് നമ്മളെ പണിതിന് തക്കവാണ് നമ്മുടെ കണക്ക് പറയേണ്ടി വരും ദൈവസന്നിധിയിൽ. അത് മറക്കരുത്. ആ കണക്ക് പറച്ചിൽ ഒരു ചെറിയ കണക്ക് പറച്ചിലല്ല, ഒരു വലിയ കണക്ക് പറച്ചിലാണ്. ഈ ലോകത്തിലെ ഒരു കോടതിയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കത്തില്ല. തീരുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാതിരിക്കത്തില്ല, ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലും. ഇതുപോലെ മനുഷ്യർ പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലം വളരെ വലുതാണ്, ശിക്ഷ വളരെ വലുതാണ്. അതേസമയം ഈ ലോകത്തിന്റെ അഖിലാണ്ടത്തിന് പിതാവായ ദൈവം ഒരു കാര്യം കൽപ്പിച്ചത് അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റവും വലുതാണ്. അതാ ഏറ്റവും വലിയ ശിക്ഷ. ആ ശിക്ഷയ്ക്ക് അർഹരാകാതിരിക്കാനാണ് ഇന്ന് പലതരത്തിൽ യേശുവിനെ കുറിച്ച് വചനം പലതരത്തിൽ ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. പല മീഡിയകളിലൂടെ വചനം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ ശിക്ഷയിൽ നിന്നും ജനം ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്, നിത്യത ജനം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ചില അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിനോ കുടുംബ മഹിമയ്ക്കോ നമ്മുടെ പാരമ്പര്യത്തിനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ ആരോഗ്യമോ ഒന്നിനും പറ്റാത്ത, ഒന്നും കൊണ്ടും പ്രാപിക്കാൻ മേലാത്ത ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസ്ഥകൾ പണം കൊണ്ട് മാറ്റാമെന്ന് വിചാരിക്കരുത്, പാരമ്പര്യം കൊണ്ട് മാറ്റാമെന്ന് വിചാരിക്കരുത്, എൻ്റെ കുടുംബ മഹിമ കൊണ്ട് മാറ്റാമെന്ന് വിചാരിക്കരുത്. ഇതൊന്നും പറ്റത്തില്ല. കർത്താവിനെ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. നാം ഏറ്റവും വേണ്ടുന്നത് യേശുവിന് അനുരൂപപ്പെടുക, ഏറ്റവും പ്രധാനം യേശുവിനെ കീഴ്പ്പെടുക, താണു നിൽക്കുക, വചനത്തിന് താണു നിൽക്കുക. യേശുവെ മറിയണം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ, കർത്താവെ അങ്ങയുടെ ഹിതം എന്നെ നിറവേറ്റണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. നമുക്കതിങ്ങനെ നമ്മളായിരിക്കാം. കർത്താവിൻ്റെ ഹിതം നമ്മളിൽ വെളിപ്പെടട്ടെ. ഏത് സാഹചര്യമായാലും എന്തായാലും കർത്താവ് എന്നിൽ വെളിപ്പെടണം, ദൈവനാമം എന്നിൽ മഹത്വപ്പെടണം. നമ്മൾ പുത്രൻ ഇത്രയും കഷ്ടം അനുഭവിക്കാൻ കാരണം എന്തുകൊണ്ട്? നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. കർത്താവ് മുൻ നിയമിച്ച് വിളിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. മാത്രമല്ല വിളിക്കാത്ത ജനത്തിനും കൂടിയാണ്. വിളിച്ച ജനത്തിനും കർത്താവ് പിതാവ് വിളിക്കാത്ത ജനത്തിനും കൂടി അവർക്കും കൂടെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു രാജകീയ പദവി വെടിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. അത് നമുക്ക് ഏറ്റെടുക്കാം. അയ്യോ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് യേശു വേണ്ടി ജീവിക്കണം. ബാക്കി ആർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരു പ്രയോജനമില്ല. യേശു കൊണ്ട് ജീവിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. അങ്ങനെ യേശു കൊണ്ട് ജീവിച്ചു. കർത്താവ് നമ്മളെ വിളിച്ചതനുസരിച്ച്, മുൻ നിയമിച്ചതനുസരിച്ച്, കർത്താവ് നമ്മളെ വിളിച്ചതനുസരിച്ച് കർത്താവ്
കർത്താവ് നമ്മളെ നീതീകരിച്ചതനുസരിച്ച്, കർത്താവ് നമ്മളെ തേജസ്കരിച്ചതനുസരിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നമുക്ക് ഒരുമിച്ച് പറയാം. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും ഞാൻ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും എൻ്റെ സകല ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ ധനത്തിനൊത്തമണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറകൾ തുറക്കും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും ഞാൻ സമൃദ്ധി പ്രാപിക്കും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും ഞാൻ ഉയർച്ച പ്രാപിക്കും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും ഞാൻ വാലല്ല തലയാകും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും ആത്മീയമായി ഞാൻ സമ്പന്നയാകും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും ഭൗതികമായി ഞാൻ സമ്പന്നയാകും. ദൈവം എൻ്റെ പിതാവായതുകൊണ്ടും യേശു എൻ്റെ കർത്താവായതുകൊണ്ടും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ബുദ്ധി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഓർമ്മശക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശ്രദ്ധ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്വഭാവം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കഴിവുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തല അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കണ്ണുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കാതുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നാവ് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സംസാരം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കരുത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സകല ആന്തരിക അവയവങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അരക്കെട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കാലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സകല വരുമാന മാർഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ആരാധനകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനത്തെ സ്വീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലതും മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടുവാനും കാണപ്പെടുമാറാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. യേശുകർത്താവേ, ഇന്ന് രാത്രികാലം സുഖമായി ഉറങ്ങാൻ കൃപ തരുന്നോണ്ട് സ്തോത്രം. ശാന്തമായി ഉറങ്ങാൻ കൃപ തരുന്നോണ്ട് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങാൻ കൃപ തരുന്നോണ്ട് സ്തോത്രം. നാളെ രാവിലെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി എഴുന്നേൽക്കാൻ ഞങ്ങളെ സഹായിക്കുന്നോണ്ട് സ്തോത്രം. നാളത്തെ പകൽക്കാലം ഞങ്ങൾ ജീവിപ്പാൻ ആവശ്യമായ പുതിയ കൃപകളാലും പുതിയ അനുഗ്രഹങ്ങളാലും പുതിയ അഭിഷേകങ്ങളാലും ഞങ്ങളെ നിറയ്ക്കുന്നുകൊണ്ട് സ്തോത്രം. രോഗമോ ദുഃഖമോ ദാരിദ്ര്യമോ അടുക്കാതെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവിക സംരക്ഷണത്തിന് അർപ്പിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി